ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് ചെയ്യാൻ പോകുന്നത് കിയ സോണറ്റിലാണ് കേട്ടോ. കിയ സോണറ്റിലാണ്. എ സിക്ക് കൂളിംഗ് ഇല്ല, അതാണ് കംപ്ലയിൻറ്റ്. കൂളിംഗ് ഓയിൽ ലീക്ക് ആയിട്ടുണ്ട് കേട്ടോ. എ സി ഒട്ടും ഗ്യാസ് ഉണ്ടായില്ല വന്നപ്പോൾ സ്മെല്ല് കിട്ടുന്നുണ്ട്. നമുക്ക് കൂളിംഗ് ബ്ലോവറിൻ്റെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സ്മെല്ല് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇത് 20,000 കിലോമീറ്റർ ഓടിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂളിംഗ് ഓയിൽ ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കോമൺ ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് എന്ന് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഏകദേശം 20,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എൻ്റെ കൂളിംഗ് ഓയിൽ ലീക്കായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളും അയച്ചിട്ട് വേണം നമുക്ക് കൂളിംഗ് ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റാൻ. അപ്പോൾ നമുക്കിത് ഇനി അയച്ചു തുടങ്ങാം കേട്ടോ. ഓരോന്നായിട്ട് നമുക്ക് അയച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം അയച്ചു തുടങ്ങുന്നത് പില്ലറാണ് കേട്ടോ. അതായത് ഈ പില്ലറിൻ്റെ അവിടുത്തെ പാഡും കാര്യങ്ങളും അഴിക്കണം. അപ്പോൾ അതിനെ ബീഡിങ് ഒന്ന് അയച്ചതിന് ശേഷം ഈ പില്ലറ് ജസ്റ്റ് ഒന്ന് വലിക്കും കേട്ടോ. എല്ലാ വണ്ടിയിലും വലിക്കണ പോലെ അത് വലിച്ച് കഴിഞ്ഞാൽ പോവില്ല കേട്ടോ. വലിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് അവിടെ നിൽക്കും. അപ്പോൾ ആ സ്റ്റെപ്പ് നിൽക്കുന്നത് ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ ക്ലിപ്പ് അവിടെ പിടിച്ച് നിൽക്കും. അപ്പോൾ അത് പോരാന്നുണ്ടെങ്കിൽ അവിടെ ലോക്ക് ഉണ്ടായിരിക്കും, ലോക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആഞ്ഞ് വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ പൊട്ടിട്ടോ, പാഡിൻ്റെ ഇത് പൊട്ടും. അതുകൊണ്ട് ഈ ഒരു ക്ലിപ്പ് ഉണ്ടോ, ഇത് രണ്ടും പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ പോരും. ഫസ്റ്റത്തെ വലിയ നേരെ അവിടെ നിൽക്കും, കുറച്ച് പോന്നിട്ട് അവിടെ നിൽക്കും. അതിന് ശേഷം സൈഡിലെ പാഡ് വരും കേട്ടോ. ഏകദേശം നമ്മൾ ഹുണ്ടായിൻ്റെ വണ്ടി ഉണ്ടല്ലോ, സെയിം അതന്നെ. അതേപോലെ തന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ അയക്കേണ്ടത് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാഡ് അയക്കുക. ഈ പാഡ് അയച്ചതിന് ശേഷം അവിടെ ഡാഷ്ബോർഡിൻ്റെ 3 ബോൾട്ട് ഉണ്ടായിരിക്കും. 10ൻ്റെ 3 ബോൾട്ട് ഉണ്ടായിരിക്കും. ഇവിടെ അടിയിൽ ഒന്നുണ്ടായിരിക്കും കേട്ടോ. നമ്മൾ i20 ഒക്കെ അയക്കില്ലേ, i20 i10 ഒക്കെ അല്ലേ, ഏകദേശം അത് തന്നെ. പിന്നെ സൈഡിൽ ഒരു സോക്കറ്റ് ഉണ്ടായിരിക്കും, വയറിങ് ഉണ്ടായിരിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് ഗ്ലോ ബോക്സ് ഉണ്ട് കേട്ടോ. ഗ്ലോ ബോക്സ് അയച്ചെടുക്കുക. ഗ്ലോ ബോക്സ് നേരെ രണ്ട് സൈഡിലേക്ക് നിന്ന് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്തിട്ട് നേരെ വലിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഗ്ലോ ബോക്സ് ഒന്ന് മാറ്റിയേക്കാം. ഓക്കെ, അതൊന്ന് അയച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഗിയർ ലിവർ ഉണ്ടല്ലോ, അവിടുത്തെ കൺസോൾ, അതായത് ഹാൻഡ് ബ്രേക്കിൻ്റെ അവിടുത്തെ ആ കൺസോൾ അയച്ച് മാറ്റണം. അപ്പോൾ ആദ്യം ആ ഗിയർ ലിവറിൻ്റെ കവർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ആ പാഡൊന്ന് അയച്ചെടുക്കണം. ജസ്റ്റ് അത് പൊക്കിയെടുക്കുക കേട്ടോ. ക്ലിപ്പുകളായിരിക്കും, അത് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുത്താൽ മതി. ഓക്കെ, അതൊന്ന് പൊക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്ക്രൂ ഉണ്ടായിരിക്കും. ഈ കൺസോളിന് 2 സ്ക്രൂ ഉണ്ടായിരിക്കും. ഇതാ ഇവിടെ തന്നെ ആ 2 സ്ക്രൂ അഴിച്ച് മാറ്റുക. അപ്പോൾ ആ 2 സ്ക്രൂ അഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ആ 2 സ്ക്രൂ അഴിച്ചതിന് ശേഷം വേണം അടുത്ത നമ്മളെ പണി. ഹാൻഡ് ബ്രേക്കിൻ്റെ അവിടുത്തെ കവർ ഉണ്ടല്ലോ, ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കവർ അത് അഴിച്ച് മാറ്റുക. അപ്പോൾ ആ ഒരു സ്ക്രൂ കൂടി അഴിച്ചിട്ട് നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സ്ക്രൂ അയച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ ഉണ്ടല്ലോ, അതിൻ്റെ ഇവിടുത്തെ ആ പാഡ് അത് ജസ്റ്റ് ഒന്ന് അഴിച്ച് മാറ്റിയേക്കുക. അതും ഒക്കെ വലിച്ചെടുത്താൽ മതി കേട്ടോ, ക്ലിപ്പാണ്. ഇനി ഇതാ ഈ ഇതിൻ്റെ ഉള്ളിൽ ഒരു 10ൻ്റെ 2 ബോൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു പാഡ് ഉണ്ടായിരിക്കും. ആ പാഡ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കുക. അതിൻ്റെ അടിയിൽ 2 10ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. ആ ബോൾട്ട് അയച്ചെടുക്കുക. ആദ്യം അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് അഴിക്കാനുള്ളത് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വയറിങ് ഉണ്ടായിരിക്കും, സോക്കറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ആ സോക്കറ്റ് അഴിച്ച് മാറ്റാം. അതായത് നമ്മളെ ചാർജിങ് പോർട്ടുകളുണ്ട്, പിന്നെ USB-ൻ്റെ പോർട്ട് ഉണ്ട്. അപ്പോൾ ആ സോക്കറ്റും കാര്യങ്ങളും അഴിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ ആ സൈഡിൽ 2 ക്ലിപ്പ് ഉണ്ടായിരിക്കും കേട്ടോ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 ക്ലിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ സോക്കറ്റുകളും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്ലിപ്പ് കേട്ടോ. ഇവിടെ ക്ലിപ്പ് ഉണ്ടായിരിക്കും. ആ ക്ലിപ്പ് അഴിക്കുക. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ഉണ്ടായിരിക്കും കേട്ടോ ക്ലിപ്പ്, അത് അഴിക്കുക. അതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം കേട്ടോ. റൈറ്റ് സൈഡിലെ ക്ലിപ്പ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ക്ലിപ്പ് അഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ ക്ലിപ്പ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൺസോൾ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ആ ക്ലിപ്പ് അയച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ കൺസോൾ പതിയെ പൊക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഗിയർ ലിവറിൻ്റെ കവർ ഉണ്ടല്ലോ, അത് അഴിച്ചെടുക്കണ്ട. അത് ആ ഹോളിൽ കൂടെ നേരെ അടിയിലേക്ക് എടുത്താൽ മതി കേട്ടോ. അടിഭാഗത്തേക്ക് ആക്കിയിട്ട് നേരെ അത് പൊക്കിയെടുക്കുക. ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് പൊക്കിയെടുക്കുക. ഇപ്പോൾ കൺസോൾ മാറ്റി. ഇനി ഇതാ റിയർ എ സി ഉണ്ടല്ലോ, അതിലേക്ക് പോണ വെൻ്റ് ഉണ്ട്, അത് അയച്ചെടുക്കണം. ആ ഒരു പൈപ്പ് ഉണ്ട്, 2 പൈപ്പ്, ഏതൊക്കെ കപ്ലറും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പൈപ്പ് അയച്ചെടുക്കണം കേട്ടോ. റിയറിലേക്ക് പോകുന്ന എ സിൻ്റെ വെൻ്റ് അയച്ചെടുക്കണം. അതിന് 2 സ്ക്രൂ ഉണ്ടായിരിക്കും, ബാഗിൽ 2 സ്ക്രൂ ഉണ്ടായിരിക്കും. അത് അയച്ചതിന് ശേഷം നേരെ പൊക്കിയെടുത്താൽ മതി. നേരത്തെ കൺസോൾ അയച്ച പോലെ അതൊന്ന് പൊക്കിയെടുക്കുക. ഈ 2 സ്ക്രൂ അയച്ചതിന് ശേഷം അതൊന്ന് പൊക്കിയെടുത്ത് മാറ്റി വയ്ക്കാം.
ഓക്കെ, ആ സ്ക്രൂ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇതേപോലെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് മാറ്റി വയ്ക്കുക. ഓക്കെ, അത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കാനുള്ളത് ഗിയർ ലിവറിൻ്റെ അസംബ്ലി കഴിഞ്ഞ് നമുക്ക് അടുത്ത് അഴിക്കാം കേട്ടോ. ഈ ഒരു അസംബ്ലി അഴിക്കണം. അതിനേതാ ഗിയറിൻ്റെ കേബിളുണ്ട്, കേബിൾ അഴിച്ച് മാറ്റണം. 2 കേബിളുണ്ട്, ആ 2 അഴിച്ച് മാറ്റം. അതിനുശേഷം ഒരു 4 12-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. ആ 12 ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ ഈ അസംബ്ലി നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതാ കേബിൾ അഴിക്കണം. കേബിളിൻ്റെ ലോക്ക് ഉണ്ട് കേട്ടോ. അത് പിന്നെ അഴിച്ചെടുക്കണം. പിന്നെ അഴിച്ചതിന് ശേഷം ആ കേബിൾ നമുക്ക് അവിടുന്ന് ഊരിയെടുക്കാൻ പറ്റും. ഒരു കണക്ടർ എന്തെങ്കിലും വെച്ചിട്ട് തിക്കിയെടുക്കുക ആ ലോക്ക് എടുത്തിട്ടുണ്ട്. ഇനി ആ കേബിൾ ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കുക. പിന്നെ അതിൻ്റെ ബാക്കിൽ ലോക്ക് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ആ ഗ്രേ കളർ ഉണ്ടല്ലോ, അതൊന്ന് വൈഡാക്കി നേരെ പൊക്കി കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ ഇപ്പുറത്തെയും സൈഡിൽ ഒരു കമ്പി ഉണ്ടായിരിക്കും. ആ കമ്പി ജസ്റ്റ് ഒന്ന് വിടർത്തി വെച്ചിട്ട് നേരെ അടിക്കുന്ന താത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കേസ് അയച്ചെടുക്കാം കേട്ടോ. ആ 12-ൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ലൂസാക്കിയിട്ടുണ്ട്. ഇനി ഇതാ പതിയെ പൊക്കിയെടുത്താൽ മതി കേട്ടോ. എല്ലാ ബോൾട്ടും അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതേപോലെ പൊക്കിയെടുത്ത് അതാണ് മാറ്റി വയ്ക്കുക. ആ കേബിളും കാര്യങ്ങളും അതിൻ്റെ ഉള്ളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ അസംബ്ലി ഒന്ന് മാറ്റി വെച്ചാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചു. ഇനി നമുക്കിതാ ഇവിടെ ഒരു എർത്ത് ഉണ്ട് കേട്ടോ. ഒരു സോക്കറ്റ് ഉണ്ടായിരിക്കും, ഒരു എർത്ത് ഉണ്ടായിരിക്കും. ഈ എർത്ത് അയച്ചു മാറ്റുക. 10-ൻ്റെ ബോൾട്ടാണ്, അത് ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അയച്ച് മാറ്റി വയ്ക്കുക. പിന്നെ അത് ആ മൊഡ്യൂളിൻ്റെ അവിടെ ഒരു സോക്കറ്റ് ഉണ്ട്, ആ സോക്കറ്റ് അയച്ച് മാറ്റി വയ്ക്കുക. ആ ഒരൊറ്റ വയറുള്ളൂ കേട്ടോ. ഡാഷ്ബോർഡിനൊപ്പം പോരുന്നതാണ്, അതുകൊണ്ട് തന്നെ ആ സോക്കറ്റിൽ നിന്ന് അയച്ച് മാറ്റി വയ്ക്കണം. നമ്മൾ ആ സോക്കറ്റ് അഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വയറിങ് എല്ലാം, അവിടുത്തെ വയറിങ് എല്ലാം ഓക്കെ ഉണ്ട്. ഈ സൈഡിലെ കാര്യങ്ങൾ വയറിങ്ങൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി വയ്ക്കുക. ഇനി നമുക്ക് സൈഡിൽ നിന്ന് അഴിക്കുക. സൈഡിൽ വയറിങ് ഉണ്ട് കേട്ടോ. ഈ സൈഡിലെ ആ ഒരു കവർ അഴിച്ചെടുക്കുക. ആ പാഡ് ഉണ്ടല്ലോ, ആ പാഡ് അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ അവിടെ ഒരു സോക്കറ്റ് ഉണ്ടായിരിക്കും. ആ സോക്കറ്റ് അഴിക്കണം. അപ്പോൾ ആദ്യം ആ പാഡൊന്ന് അഴിച്ച് മാറ്റണം. ഓക്കെ, ആ പാഡ് അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സോക്കറ്റ് അഴിക്കണം കേട്ടോ. ഒരു വൈറ്റ് കളറുള്ള സോക്കറ്റ് ഉണ്ടല്ലോ, അത് അഴിക്കുക. പിന്നെ ഇതാണ് ഡാഷ്ബോർഡിൻ്റെ ബോൾട്ടുകൾ കേട്ടോ. 3 ബോൾട്ടുകൾ വരുന്നത്, 10-ൻ്റെ 3 ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സോക്കറ്റ് നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോക്കറ്റ്, പിന്നെ ഇതിനകത്തൊരു സോക്കറ്റ് കൂടി ഉണ്ട് കേട്ടോ. വേണ്ട, ഈ ഉള്ളിലെ ഈ സോക്കറ്റും കൂടി ഒന്ന് അഴിച്ചിടണം. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഈ 2 സോക്കറ്റും ഉള്ളൂ കേട്ടോ. അപ്പോൾ എർത്തും കാര്യങ്ങളൊക്കെ വേറെയാണ് വരുന്നത്. ഈ 2 സോക്കറ്റ് മാത്രം അഴിച്ചാൽ മതി. വേറെ വയറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. വയറിങ് ഉണ്ട്, പക്ഷേ അതൊന്നും ഡാഷ്ബോർഡിൻ്റെ ഒപ്പം പോരുന്നതല്ല. അപ്പോൾ ഈ 2 സോക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് അഴിക്കാനുള്ളത് കൂളിംഗ് വല്ലാതെ, അതായത് ഇവാബേറ്ററിൻ്റെ അസംബ്ലി ഫുള്ളായിട്ട് ഡാഷ്ബോർഡിൻ്റെ ഒപ്പമാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10-ൻ്റെ ബോൾട്ട് ഉണ്ട്. ഇവാബേറ്ററിൻ്റെ അസംബ്ലിൻ്റെ 10-ൻ്റെ ബോൾട്ട് ഇതാ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നേരെ അപ്പുറത്തൊരു ബോൾട്ടുണ്ട്. അപ്പോൾ അതും കൂടി അഴിച്ച് വെക്കണം കേട്ടോ. വൈറ്ററിൻ്റെ ഒക്കെ അഴിക്കുന്ന സമയത്ത് ഡാഷ്ബോർഡ് വേറെയും കൂളിംഗ് ഓയിൽ അസംബ്ലി വേറെ ആയിട്ടാണ് പോരാ. അപ്പോൾ ഇതങ്ങനെയല്ല, ഇതെല്ലാം ഒന്നിച്ചാൽ പോരും കേട്ടോ. അപ്പോൾ ആ 10-ൻ്റെ ബോൾട്ട് അയച്ചിട്ടുണ്ട്. ഇനി അടുത്ത 10-ൻ്റെ ബോൾട്ട് ഇതാ ഈ കാണാം കേട്ടോ. നേരെ അപ്പുറത്തൊരു ബോൾട്ട് ഉണ്ട്. അപ്പോൾ അത് അയച്ചതിന് ശേഷം നമ്മൾ ഡ്രെയിനേജ് ഹോസ്, ഒരു ഹോസ് ഉണ്ടോ, ആ ഹോസും കൂടി ഒന്ന് അഴിച്ച് മാറ്റി വെക്കണം. ഇതാണ് ഡ്രെയിനേജിൻ്റെ ഹോസ്. ഇതൊന്ന് അഴിച്ച് മാറ്റി വെക്കാം കേട്ടോ. അത് ചെറിയൊരു ലോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഒന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തതിന് ശേഷം ഒരു ചെറിയ കട്ടിങ് ഉണ്ടായിരിക്കും. അതൊന്ന് തിരിച്ച് ആ ലോക്കൊന്ന് മാറ്റിയിട്ട് നേരെ വലിച്ചെടുത്താൽ മതി. അല്ലാതെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ പൈപ്പ് കീറി പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അഴിച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് റൈറ്റ് സൈഡ് കേട്ടോ. ഇനി റൈറ്റ് സൈഡിലാണ് കുറേ കാര്യങ്ങൾ അഴിക്കാനുള്ളത്. അപ്പോൾ അടുത്ത നമ്മൾ റൈറ്റ് സൈഡിൽ ഈ പില്ലറിൻ്റെ പാഡ് അഴിക്കണം കേട്ടോ. ലെഫ്റ്റ് സൈഡ് അഴിച്ചില്ല, അതേപോലെ തന്നെ ആ പാഡ് അഴിച്ച് മാറ്റാം. അതിന് ശേഷം ഇനി അടിയിലെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ സൈഡിലെ കവർ അഴിച്ച് മാറ്റുക, അവിടെയാണ്. അപ്പോൾ ആ കവർ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ബോൾട്ടും കാര്യങ്ങളും അവിടെ ഉണ്ടോ, 10-ൻ്റെ ബോൾട്ടും കാര്യങ്ങളും അവിടെയാണുള്ളത്. അപ്പോൾ ആ ഒരു കവർ അഴിച്ച് മാറ്റുക. ഇങ്ങനെ കണക്ടർ വെച്ചിട്ട് തോണ്ടിയെടുത്താൽ മതി കേട്ടോ. ഓക്കെ, അത് അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലെ കവറും കൂടി അഴിക്കണം. അവിടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കവറും കൂടി അഴിക്കുക. അവിടെ കുറച്ച് വയറിങ് കാര്യങ്ങളുണ്ട്. ലെഫ്റ്റ് സൈഡ് അഴിച്ച പോലെ 2 വയറിങ് അല്ല കേട്ടോ. ഈ സൈഡാണ് കൂടുതൽ വയറിങ്.
കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഓക്കെ, അത് അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കാനുള്ളത് ഇതവിടെ 2 സ്ക്രൂ ഉണ്ടായിരിക്കും കേട്ടോ. ഈ സ്റ്റീറിങ്ങിൻ്റെ അടിയിൽ ആ പാഡ് അയക്കണം കേട്ടോ. ആ പാഡ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പാഡ് അയച്ചു കഴിഞ്ഞാൽ അവിടെ കുറേ വയറിങ് കാര്യങ്ങൾ ഊരാണ്ട് കേട്ടോ. പാഡ് അയക്കണമെന്നുണ്ടെങ്കിൽ സൈഡിൽ 2 സ്ക്രൂ ഉണ്ടായിരിക്കും കേട്ടോ. 2 സ്ക്രൂ ഉണ്ടായിരിക്കും. പിന്നെ ആ ഫ്യൂസിൻ്റെ അവിടെ 2 10-ൻ്റെ ബോൾട്ട്, അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. അത് അയച്ചതിന് ശേഷം അതൊന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ സ്ക്രൂ അയച്ചുകൊണ്ടിരിക്കുന്നത് 2 സ്ക്രൂ ഉണ്ടായിരിക്കും. അപ്പോൾ സൈഡിലെ സ്ക്രൂ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ആ 10-ൻ്റെ ബോൾട്ട് അയക്കണം. അപ്പോൾ അതൊക്കെ ഇനി ഇതാണ് 2 10-ൻ്റെ ബോൾട്ട് കേട്ടോ. ആ 2 10-ൻ്റെ ബോൾട്ട് അയക്കാം. പിന്നെ ബോണറ്റ് തുറക്കണ ഹോൾഡർ ഉണ്ടല്ലോ, അത് അഴിച്ച് മാറ്റി കേട്ടോ. എന്തെങ്കിൽ കേബിൾ അഴിച്ച് മാറ്റിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് അഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അഴിക്കുക. എങ്ങനെ വേണമെങ്കിലും അഴിക്കട്ടോ. നമ്മളിവിടെ കേബിൾ മാത്രമായിട്ട് അയച്ചെടുക്കണ്ടോ. ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്തിട്ട് നേരെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ മതി, കേബിൾ മാത്രം. ഓക്കെ, അപ്പോൾ അത് അഴിച്ചിട്ടുണ്ട്. ഇനി ഇതാ സോക്കറ്റ് കേട്ടോ. ഈ സോക്കറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കണം കേട്ടോ. അടിയിൽ നിന്ന് പ്രസ് ചെയ്യുക. അടിയത്ത് അഴിച്ചിട്ടുണ്ട്. ഇനി നേരെ അതിൻ്റെ മുകളിൽ അഴിക്കുക. ഓക്കെ, അതും അഴിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഈ സൈഡിൽ ഒരെണ്ണമുണ്ട്. അപ്പോൾ 10-ൻ്റെ ബോൾട്ട് അഴിച്ചിട്ടുണ്ട്. ഇനി ഇതാ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സ്ക്രൂം അഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വലിച്ചെടുക്കുക കേട്ടോ. ഞാൻ പാഡൊന്ന് വലിച്ചെടുത്താൽ മതി. ഇവിടുന്ന് ലോക്ക് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് തോണ്ടി കൊടുത്താൽ അതിന് ശേഷം അവിടെ വലിച്ചെടുക്കുക. അപ്പോൾ മുകളിൽ 2 സ്വിച്ച് ഉണ്ടായിരിക്കണം. ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റിങ്ങിൻ്റെ സ്വിച്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ സോക്കറ്റ് ഒന്ന് അഴിച്ച് മാറ്റി കേട്ടോ. അപ്പോൾ അത് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ ഫ്യൂസിലേക്ക് വരുന്ന കുറച്ച് സോക്കറ്റുകളുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് അഴിച്ച് മാറ്റിയേക്കണം. അപ്പോൾ ഒരെണ്ണം അഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അതിൻ്റെ മുകളിലുണ്ട്, അത് അഴിച്ചേക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഡാഷ്ബോർഡിലേക്ക് വരുന്ന എല്ലാ വയറും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റി വയ്ക്കണം. ഡാഷ്ബോർഡ് വലിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം പോരരുത്. അപ്പോൾ അങ്ങനത്തെ വയറുകളും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് മാറ്റി വയ്ക്കുക. അത് സ്റ്റീറിങ്ങിൻ്റെ മൊഡ്യൂളിലേക്കുള്ള ഒരു വയർ അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വയറും കാര്യങ്ങളും ഒക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കാൽ എന്നാൽ ഡാഷ്ബോർഡിൻ്റെ 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. ഇത് ഇവിടെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ എക്സ്ട്രാ ബോൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ. സൈഡിൽ നിന്ന് ഒരു ബോൾട്ട് കൊടുത്തുണ്ടായിരിക്കും. അത് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരിക്കില്ല, ഈ റൈറ്റ് സൈഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. സൈഡിൽ നിന്നൊരു 12-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. ഒന്നല്ല 2 ഉണ്ട് കേട്ടോ. ആ 2 12-ൻ്റെ ബോൾട്ട് അയക്കേണ്ടി വരും. ആ 2 12-ൻ്റെ ബോൾട്ട് ലൂസാക്കി വെക്കുകയാണ്. അതിന് ശേഷം എന്താ നമ്മളെ സ്റ്റീറിങ്ങിൻ്റെ അവിടെ, അതായത് ആ ക്രോസിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ക്രോസ് ഉണ്ടല്ലോ, ആ ക്രോസിൻ്റെ ഒരു ഭാഗം റൈറ്റ് സൈഡിൽ അടിഭാഗത്തേക്ക് തട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു 12-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും.
അപ്പോൾ അതും കൂടി അഴിച്ച് മാറ്റി വെക്കണം കേട്ടോ. അത് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരിക്കില്ല, റൈറ്റ് സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് 12 ബോൾട്ട് അഴിക്കുക. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ കോളത്തിൽ നിന്ന് അഴിച്ച് മാറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ അത് അഴിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് അഴിക്കാനുള്ളത് സ്റ്റിയറിങ്ങിൻ്റെ കോളം. അപ്പോൾ 12 ബോൾട്ട് അഴിക്കുക, നേരെ മുകളിലേക്ക് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. എയർ ബാഗ് ഉള്ളതുകൊണ്ട് ലോക്ക് ചെയ്തേക്കണം. അത് അഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്റ്റിയറിംഗ് ലോക്ക് ചെയ്ത് വെച്ചേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സ്പൈറിംഗ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വർക്കാവില്ല കേട്ടോ. ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ട് ഇനി നേരെ പുറത്ത് കുറച്ച് കാര്യങ്ങൾ അഴിക്കാണ്ട് കേട്ടോ. അതായത് നമ്മളെ ബോണറ്റിൻ്റെ അവിടെ കുറച്ച് കാര്യങ്ങൾ അഴിക്കാണ്ട്, പൈപ്പും കാര്യങ്ങൾ അഴിക്കാണ്ട്, പിന്നെ അവിടുന്ന് ഒരു ക്രോസിന് ഒരു ബോൾട്ട് ഉണ്ടായിരിക്കും, ആ ബോൾട്ട് അഴിക്കണം. അപ്പോൾ അതിന് വൈപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ അഴിക്കാണ്ട് കേട്ടോ. അത് വൈപ്പറിൻ്റെ കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. അവിടുത്തെ വൈപ്പർ അയച്ചിട്ടുണ്ട്, അവിടുത്തെ പാഡും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്. ഈ ഒരു 2 ബോൾട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ അയച്ചിട്ടുള്ളത്. അത് ഡാഷ്ബോർഡിൻ്റെ ക്രോസിലേക്ക് വരുന്ന 2 ബോൾട്ടാണ്. അപ്പോൾ അത് അയക്കണം. ഇനി നമുക്ക് ഹീറ്ററിൻ്റെ ഹോസ് അയച്ചിട്ടുണ്ട്. ഇനി AC-ൻ്റെ പൈപ്പ് അയക്കണം. അത് കൂളിംഗ് ഓയിലേക്ക് പോകുന്ന ആ പൈപ്പ് അയക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലൊരു റബ്ബറിൻ്റെ ഇത് ഉണ്ടല്ലോ, അപ്പോൾ അത് അഴിക്കണം. അത് അഴിക്കണമെന്നുണ്ടെങ്കിൽ 10ൻ്റെ നെട്ടുണ്ടായിരിക്കും. അത് അഴിച്ചതിന് ശേഷം ആ റബ്ബർ വലിച്ചെടുക്കണം കേട്ടോ. വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡ് ഇറക്കാൻ പറ്റും. പക്ഷേ തിരിച്ച് കയറ്റുന്ന സമയത്ത് ഹോള് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ അത് കയറാൻ പണിയാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ റബ്ബർ വലിച്ചെടുക്കണം. അതേപോലെ തന്നെ AC-ൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, കൂളിംഗ് ഓയിലേക്ക് കൊടുക്കുന്ന പൈപ്പ്, അവിടെ ഇതേപോലെ റബ്ബർ ഉണ്ടായിരിക്കണം. അതും അഴിച്ചെടുക്കണം. 10ൻ്റെ ബോൾട്ടാണ് ഇപ്പുറത്ത് വരുന്നത്. അപ്പുറത്ത് 10ൻ്റെ നെറ്റ്. അപ്പോൾ റബ്ബർ വലിച്ചെടുക്കുകയാണ്. ചിലപ്പോൾ നല്ല ടൈറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കൂളിംഗ് ഓയിലേക്കുള്ള പൈപ്പ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. 2 10ൻ്റെ ബോൾട്ട് അയച്ചിട്ട് നേരെ പൈപ്പും ബാക്കിലേക്ക് വലിച്ചത് എടുത്താൽ മതി കേട്ടോ. ഏകദേശം ഇവിടെ ഒക്കെ ഹുണ്ടായി സെയിം ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് ഫുള്ളായിട്ട് സീറ്റിലേക്ക് മലർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരെ മലർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് അഴിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. സാധാരണ നമ്മൾ ഉണ്ടായിക്കണ പോലെ തന്നെ അല്ല, കുറച്ച് മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ കൂളിംഗ് ഓയിൽ അയച്ചിട്ടുണ്ട്. കൂളിംഗ് ഓയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ ഹീറ്റർ കോയിൽ അയക്കണം. ഹീറ്റർ കോയിൽ ഇതിനകത്ത് അയക്കാൻ പറ്റില്ല. അയക്കണമെന്നുണ്ടെങ്കിൽ ഈ അസംബ്ലി ഇതിന്ന് വേറെ എടുത്തെടുക്കണം കേട്ടോ, എന്നാലും അയക്കാൻ പറ്റുള്ളൂ. അയക്കാൻ പറ്റുന്നത് വെച്ചാൽ ഇവിടെ ഒരു കോല് കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം വെറുതെ അവിടെ കൊണ്ടുവച്ചിട്ടാണ്. ആ ഒരു സാധനത്തിൽ ഹീറ്റർ കോയിൽ തടഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റർ കോയിൽ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല ഈ ഒരു കണ്ടീഷനിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഹീറ്റർ കോയിലിൻ്റെ ഹോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വൈഡായി കൊടുത്തിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ബെൻഡായി കൊടുത്തിട്ട് അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഒക്കെ ഓക്കെയാണ്. സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കുക. പിന്നെ ബ്ലോവറിൻ്റെ മോട്ടറിൻ്റെ അതുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ നമുക്ക് കൂളിംഗ് ഓയിലിൻ്റെ അടിയത്തെ പെട്ടി ഉണ്ടല്ലോ, കവറൊന്ന് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഈ ടെക് ഓയിലാണ് നമ്മൾ ആകെ പണി പറ്റിച്ചത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് ബെൻഡായി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ബെൻഡായി കൊടുത്താൽ മതി കൂളിംഗ് ഓയിൽ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ബ്ലോവറിൻ്റെ അസംബ്ലിൻ്റെ ബോൾട്ടുകളായി കാണും കേട്ടോ. 10ൻ്റെ ബോൾട്ടുകൾ ഉണ്ടായിരിക്കും, നെട്ടും ബോൾട്ടും കാര്യങ്ങളുണ്ടായിരിക്കും. ഈ ഒരു മുടികൾ ജസ്റ്റ് ഒന്ന് അഴിച്ച് മാറ്റി വെക്കണം. അവിടുന്ന് 3 ബോൾട്ട് ഉണ്ടായിരിക്കും. അത് അഴിച്ചിട്ട് നേരെ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഈ അസംബ്ലി ഒന്ന് ബാക്ക് വലിക്കണം. ബാക്ക് വലിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂളിംഗ് ഓയിലിൻ്റെ ബാക്കിലെ കവർ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൂളിംഗ് ഓയിൽ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ തന്നെ നമ്മളെ ഗ്രാൻഡ് ആയിട്ടുണ്ടല്ലോ പുതിയ മോഡൽ നിയോസ്, അതും ഇത് ഏകദേശം സെയിം ആണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഹീറ്റർ കോയിൽ അയക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഹീറ്റർ കോയിൽ അയക്കാൻ കുറച്ച് ചടങ്ങാം. അതിനും ഇതിനകത്ത് ഈ ബ്ലോവറിൻ്റെ അസംബ്ലി കാര്യങ്ങളൊന്നും നീക്കി വെക്കണം. അപ്പോൾ ഇങ്ങനെയാണ് കിയ സോണറ്റിൻ്റെ കൂളിംഗ് ഓയിൽ അയച്ച് മാറ്റേണ്ട വിധം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.